അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസുകളും മജ്ലിസുകളൊക്കെ കാണുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ചെറുപ്പക്കാരികൾ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ഖൈറും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നമുക്കറിയാം. എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്ത് നല്ലൊരു സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അമലുകൾ നമ്മൾ ഒരുപാട് പറഞ്ഞു. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അൽഹംദുലില്ലാ, മലേഷ്യ യാത്രയൊക്കെ റാഹത്തായി തിരിച്ച് നാട്ടിലെത്തി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അല്ലേ? ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്കൊക്കെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഭാര്യയുടെ കൂടെ ഒത്തുള്ള ജീവിതം, ഭർത്താവിൻ്റെ കൂടെ ഒത്തുള്ള ജീവിതം, ഉമ്മാൻ്റെ കൂടെയുള്ള ജീവിതം, ഉപ്പാൻ്റെ കൂടെയുള്ള ജീവിതം, മക്കളുടെ കൂടെയുള്ള ജീവിതം. ഇങ്ങനെ നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കടപ്പെട്ടിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ജീവിതമാണ് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യവും നമ്മൾ ആനന്ദിച്ചും സന്തോഷവും ജീവിച്ച് തീർക്കുന്ന ജീവിതവും അല്ലേ? ഭർത്താവിനൊരു പക്ഷേ ഭാര്യ ആയിരിക്കാം, ഭാര്യയ്ക്ക് ഒരു പക്ഷേ ഭർത്താവായിരിക്കാം, ഉമ്മാക്ക് തൻ്റെ മക്കളായിരിക്കാം, മക്കൾക്ക് ഒരു പക്ഷേ രക്ഷിതാക്കളായിരിക്കാം. ഇങ്ങനെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കടപ്പാടുള്ള ബന്ധങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം എന്ന് പറയുന്ന 3 അക്ഷരം, ഒരു 3 വാക്ക്, അതിൽ വല്ലാത്ത ഒരു രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കലവറയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ജീവിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു, ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് ജീവിക്കുന്നവർ വളരെ കുറവാണ്. 100-ൽ 80% ആളുകളും ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു റൂട്ട് മാപ്പ് വരച്ചിട്ടുണ്ടെങ്കിലും അതിലൂടെ ഒന്നുമല്ല നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം വേറെ ഏതൊക്കെയോ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു വരച്ച റൂട്ട് മാപ്പിലൂടെയാണ് നമ്മുടെ ജീവിതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വരച്ച റൂട്ട് മാപ്പിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്. അതിനിടയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും പ്രശ്നങ്ങൾ. ഞാൻ ഈ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിന്ന് പറയാൻ പോകുന്ന വീഡിയോ പ്രധാനമായി നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ കൂടുതലും മക്കൾ നോക്കുന്നില്ല, ഉമ്മ മൈൻഡ് ചെയ്യുന്നില്ല, അമ്മായിമ്മ സ്നേഹമില്ല, ഭർത്താവ് നോക്കുന്നില്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ആളുകൾ കൂടുമ്പോഴാണല്ലോ ഇമ്പം. അതിനാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അല്ലേ? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇതാണൊരു ജീവിതത്തിൻ്റെ പ്രധാന ഉള്ളടക്കം. നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളെയും കണ്ടിട്ടുണ്ട്, ഭർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഭാര്യയെ കണ്ടിട്ടുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബം തകരുന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ഒരു കുടുംബം, എങ്ങനെയാണ് ഒരു കുടുംബം തകർന്നു പോകുന്നത്? ഒരു പുതിയ അതിഥി, ഒരു മരുമകൾ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കുടുംബം തകരുന്നത്? അല്ലെങ്കിൽ ഒരു മകൻ കല്യാണം കഴിക്കുന്നതോടുകൂടി എങ്ങനെയാണ് ഒരു ഉമ്മ ശത്രുവാകുന്നത് ഈ മകൻ്റെ? ഒരു കായുസ്സും ഒഴിച്ച് തൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി കാത്തിരുന്ന് ആ മകനെ കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ വെമ്പൽ കൊള്ളുന്ന മാതാപിതാക്കൾ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ മകൻ്റെ ശത്രുവായി മാറുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അല്ലേ? ഈ ഭാര്യ എങ്ങനെയാണ് സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയെ ശത്രുവായിട്ട് കാണുന്നത്? എന്താണ് നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറയാൻ പോകുന്ന വിഷയം ടോട്ടലി നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ വരുന്നു, എന്താണ് അതിനൊരു സൊല്യൂഷൻ, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഭർത്താവിന് ഭാര്യയെ പറ്റാത്തത്, എന്തുകൊണ്ടാണ് അമ്മായിമ്മക്ക് മരുമകളെ പറ്റാത്തത്, എന്തുകൊണ്ട്, ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്? ശരിക്ക് സ്വന്തം മകൻ്റെ സന്തോഷം കാണേണ്ട മാതാവ് അവനെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാണ്? ഇങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത പല ജീവിതങ്ങളും ഇന്ന് പെരുവഴിയിൽ നിൽക്കുകയാണ് അല്ലേ? എത്ര കേസുകൾ,
നിങ്ങളെ പരിചയത്തിലില്ലേ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളില്ലേ? ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെണ്ണ് വന്ന് കയറിയതിൻ്റെ പേരിൽ കുടുംബം തകർന്നു എന്ന് പറയുന്നവരില്ലേ? മകനൊന്ന് കല്യാണം കഴിച്ചപ്പോഴേക്ക് മകന് ഉമ്മയെ വേണ്ട, ഭർത്താവിനെ മതി, അല്ലെങ്കിൽ ഭാര്യയെ മതി. അങ്ങനെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ്. എന്താണ് ഇതിന് കാരണം? വളരെ സിമ്പിളായിട്ട് ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്? ഈ ഉമ്മ ശത്രുവാകാനുള്ള കാരണം, മരുമകൾ ശത്രുവാകാനുള്ള കാരണം, മകൻ പെണ്ണിൻ്റെ കൂടെ മാത്രം ഭാര്യയുടെ വാക്ക് മാത്രം കേട്ട് ജീവിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ മകൻ ഉമ്മയും ഉപ്പയും പറയുന്നത് കേട്ടിട്ട് സ്വന്തം ഭാര്യയെ തള്ളി പറയുന്നതിന് ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളും ഒരുപാട് രഹസ്യങ്ങളും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിച്ചാലോ? കല്യാണം കഴിഞ്ഞവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും ഇനി ജീവിക്കാൻ മുന്നോട്ട് പോകുന്നവരും നിർബന്ധമായി കേട്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഒരു പ്രധാനപ്പെട്ട കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം. ആ ഉമ്മ എത്ര ലാഘവത്തോടു കൂടി, എത്ര സന്തോഷത്തോടു കൂടിയാണ് ഒരു മകനെ പോറ്റി വളർത്തി വലുതാക്കി അവൻ്റെ കല്യാണം കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? നമുക്ക് ഇൻഷാ അല്ലാഹ് 3 പാർട്ടാക്കിയിട്ട് നമുക്കിതിനെ പറയാം. ഒന്ന് ഉമ്മയും മകനും, ഒന്ന് മകനും ഭാര്യയും, മൂന്നാമതായിട്ട് അമ്മായിമ്മയും മരുമകളും. ഇങ്ങനെ ഒരു 3 പാർട്ടായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീഡിയോ ചെയ്യാം. കുടുംബജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ മുന്നോട്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന, തകർന്ന ജീവിതവും കൊണ്ട് അതും പേറി നടക്കുന്ന, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടി ആയുസ് മാറ്റിവെച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പാർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കുടുംബജീവിതം തുടങ്ങാം. ആദ്യം ഒരു മകനും ആ മകൻ്റെ ഉമ്മയും, അവിടെ നിന്ന്, അതായത് പൊന്നുപോലെ നോക്കുന്ന ഒരു ഉമ്മയും മകനും എങ്ങനെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവം, ഇൻഷാ അല്ലാഹ് വളരെ വിശദമായി നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വെള്ളിയാഴ്ചയിലെ മജ്ലിസ് ആരും മറക്കണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ പാർട്ടായി 3 പാർട്ടായി ഞാനത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് വീഡിയോക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.